ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 2 ചൊവ്വാഴ്ചയാണ്. ആദ്യം തന്നെ ഇന്നലെ ജപ്പാനിൽ നിന്നും നമ്മൾ കേട്ട ഭൂചലനത്തിൻ്റെ വാർത്തകൾ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ ചെറിയൊരു ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ യൂറോപ്യൻ ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ പോസിറ്റീവിൽ തന്നെയാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിലും ഒരു ചെറിയൊരു നെഗറ്റിവിറ്റിയോടുകൂടിയുള്ള ഒരു സ്റ്റാർട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഒത്തിരിയേറെ വാർത്തകൾ നോക്കാനുണ്ട്. ആദ്യം മാർക്കറ്റ് ന്യൂസിലേക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ തിങ്കളാഴ്ച വടക്കൻ മധ്യ ജപ്പാനിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ് 2:30-3 മണിയോടുകൂടിയാണ് ഈ വാർത്ത വരുന്നത്. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ വലിയൊരു ഫോളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. പടിഞ്ഞാറൻ മേഖലകളിൽ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി ഇഷിക്കാവ, നിഗാറ്റ, ടൊയോമ എന്നീ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് കൂടി നൽകിയതായി റിപ്പോർട്ട് പറയുന്നു. ഈ വാർത്ത നമ്മുടെ മാർക്കറ്റിനെ എത്തരത്തിലാണ് ബാധിച്ചത് എന്ന് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കാം. മറ്റൊരു വാർത്ത ഇന്ത്യയുടെ ടാക്സ് കളക്ഷൻ സംബന്ധിച്ച ഒരു അപ്ഡേറ്റ് ആണ്. ഗവൺമെന്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 2023 അവസാന മാസത്തിൽ 10% ഉയർന്ന് 1.65 ലക്ഷം കോടി രൂപയിലെത്തി എന്ന് ജനുവരി 1 ധനമന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിമാസ GST കളക്ഷൻ 1.5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വരുന്നത് ഇത് തുടർച്ചയായ 10ാം മാസമാണ് എന്നതും പ്രത്യേകത തന്നെയാണ്. ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. 2023 ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2023 നവംബർ-ഡിസംബർ മാസങ്ങളിൽ FIIs ബൈയിങ്ങിലായിരുന്നു. 2024 വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ സാധ്യതയുള്ള മേഖലകളെക്കുറിച്ച് സാമ്പത്തിക ഉപദേശക സ്ഥാപനമായ പെൻറ്റോമാത്ത് ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് പറയുന്നത് ഇപ്രകാരമാണ്. ഹെൽത്ത് കെയർ, ഇൻഷുറൻസ് മേഖലകൾ, അതുപോലെ ഡിജിറ്റൽ എക്കോണമി വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഫിൻടെക് സ്ഥാപനങ്ങൾ, റിന്യൂവബിൾ എനർജി, ക്ലൈമറ്റ് ടെക്, അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഓട്ടോമൊബൈൽസ്, IT, റിയൽ എസ്റ്റേറ്റ്, FMCG, R&D ടെക്, ഇന്നൊവേഷൻ, AI മേഖലയിലുള്ള കമ്പനികൾ എന്നിവയിലൊക്കെ FIIസിൻ്റെ ബൈയിങ് നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പുതിയ അവസരങ്ങളായി റിപ്പോർട്ടിൽ പറയുന്നത് ബാറ്ററി എനർജി സ്റ്റോറേജ് സൊല്യൂഷനുകൾ, ഗ്രീൻ ഹൈഡ്രജൻ, ബയോടെക്നോളജി, സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിംഗ് സ്ഥാപനങ്ങൾ, AVGC, അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് എന്നീ മേഖലകളിലുള്ള കമ്പനികൾ, അതായത് എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഈ കമ്പനികളിലൊക്കെ ഉണ്ടാകും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. മറ്റൊരു വാർത്ത, ഇന്ത്യൻ ബോണ്ടുകളിലെ വിദേശ നിക്ഷേപം വളരെ ഗണ്യമായി ഉയരുകയുണ്ടായി. ആ വാർത്തയിലേക്കാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ടുകളിലെ വിദേശ നിക്ഷേപം 2023 അവസാന 3 മാസങ്ങളിൽ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. JP മോർഗൻ ബോണ്ട് ഇൻക്ലൂഷനിൽ ഇന്ത്യ വരും എന്ന വാർത്തകൾ വിദേശ നിക്ഷേപം ഏകദേശം 6 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഉയർത്തുകയുണ്ടായി. വിദേശ നിക്ഷേപകർ ഒക്ടോബർ-ഡിസംബർ മാസങ്ങളിൽ 350 ബില്യൺ രൂപയുടെ, അതായത് $4.2 ബില്യൺ ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങുകയുണ്ടായി. ഇത് 2017 ശേഷമുള്ള ഏറ്റവും ഉയർന്ന തുകയാണ്. മാത്രമല്ല 2024 ഫണ്ട് മാനേജർമാർ അധിക നിക്ഷേപമാണ് ഇന്ത്യൻ ബോണ്ടുകളിൽ പ്രതീക്ഷിക്കുന്നത്. ഫെഡറൽ റിസർവിൽ നിന്നും RBIയിൽ നിന്നും ഒരു റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നു. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകളിൽ ഒരു ഇടിവ് സമീപകാലങ്ങളിലായി കണ്ടതും വിദേശ നിക്ഷേപകർ കൂടുതലായി ഇന്ത്യൻ ബോണ്ടുകളിലും ഇന്ത്യൻ മാർക്കറ്റിലും വരാനുള്ള കാരണമായി ഈ റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല ലൈക്ക് ചെയ്യാത്തവർ ദയവ് ചെയ്ത് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റി 21,741.04% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ഇന്നലെ 21,834 എന്ന പുതിയ ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തു. പക്ഷേ 3 മണിയോടുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോൾ വന്നത് നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോയി. നിഫ്റ്റി ഇടിയുകയുണ്ടായി. നിഫ്റ്റിയെ സംബന്ധിച്ച് 21,700 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഒരു ഇടിവ് വരികയാണെങ്കിൽ 21,650 ഒരു ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ 21,600, 21,500 സോണിലേക്കൊക്കെ നിഫ്റ്റി ഡൗൺ ആവാനുള്ള സാധ്യതയുമുണ്ട്. അപ്സൈഡിൽ 22,000 മുതൽ 22,200 വരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള സോൺ തന്നെയാണ്. ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് പോസിറ്റീവായിട്ട് തന്നെയാണ് തുടരുന്നത്. കാരണം US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 3.87% ഇപ്പോഴുള്ളത്. ഡോളർ ഇൻഡെക്സ് 101 നിന്നും 100.6 എന്ന നിലയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. അടുത്തത് ഡെയിലി ചാർട്ടിൽ ഫോം ചെയ്ത ക്യാൻഡിൽ കൂടി പ്രധാനപ്പെട്ടതാണ്. ഒരു സ്പിന്നിംഗ് ടോപ്പിന് സമാനമായ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് സൂചിപ്പിക്കുന്നത് ഒരു ഇൻഡിസിഷൻ തന്നെയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക്.
കോൾ സൈഡിലും പുട്ട് സൈഡിലും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ സ്ട്രൈക്കുകളാണ് നോക്കുന്നത്. ആദ്യം കോൾ സൈഡിൽ 22,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വരുമ്പോൾ 21,700 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 21,600 സ്ട്രൈക്കിലും അതിനുശേഷം 21,100 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരമുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കാം. 22,000-ആണ് ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുള്ളതെങ്കിൽ 21,600-ആണ് ഒരു സപ്പോർട്ടിന് സാധ്യതയുള്ള സോണായി ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചു തരുന്നത്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിൽ കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ATM സ്ട്രൈക്കായ 21,650-ൽ പുട്ട് സൈഡിൽ 130% വർധനമുണ്ട്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 11% വർധനവ് മാത്രമാണ്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 21,600 സ്ട്രൈക്കിൽ 58% വർധനവാണുള്ളത്. അതായത് ആ സ്ട്രൈക്കിലും പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 8% വർധനവാണുള്ളത്. അതായത് ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുമുള്ളത്. 21,700 സ്ട്രൈക്കിൽ 76% വർധനവ് പുട്ട് സൈഡിലുണ്ട്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 19% വർധനവുണ്ട്. ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ നടക്കുന്നത്. 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡ് തന്നെയാണ് സ്ട്രോങ് എന്ന് കാണാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 48,234.12% ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ടിന് സാധ്യതയുള്ള ഒരു സോൺ 48,000 മുതൽ 47,900 വരെയാണ്. റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 48,450 മുതൽ 48,600 വരെയാണ്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ ബാങ്ക് നിഫ്റ്റിയിൽ 48,500 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 50,000-ലും അതിനുശേഷം 49,000-ലുമാണ്. പുട്ട് സൈഡിൽ 48,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,000-ലും അതിനുശേഷം 46,500-ലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം സപ്പോർട്ടിന് സാധ്യതയുള്ളത് 48,000-ഉം റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 48,500-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.68 എന്ന നിലയിൽ 1.22% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ 2 മണി വരെ ഫോളിലായിരുന്ന ഇന്ത്യ വിക്സ് 2 മണിക്ക് ശേഷമാണ് ഒരു റിക്കവറിയിലേക്ക് വന്നത്. അങ്ങനെ ക്ലോസ് ചെയ്യുന്നത് പോസിറ്റീവിലായിരുന്നു. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിനു മുന്നേയായി നമ്മുടെ ചാനലിൽ രാവിലെ 11 മണി മുതൽ 3:30 വരെയാണ് യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ ലൈവ് കാണാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടി മാത്രമല്ല, രാവിലെ 9 മണി മുതൽ തന്നെ നമ്മുടെ സർവീസസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് തത്സമയം തന്നെ ലഭിക്കുന്നതാണ്. സ്റ്റോക്ക് ന്യൂസിലേക്ക് ആദ്യം സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച ഒരു വാർത്തയാണ്. അഡ്വാൻസുകളിൽ 10.8% വാർഷിക വളർച്ചയും ഡിസംബർ 31 വരെ മൊത്ത നിക്ഷേപങ്ങളിൽ 9.37% വളർച്ചയും ഉണ്ടായി എന്ന് ബാങ്ക് അറിയിച്ചിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്തത് കെർനെക്സ് മൈക്രോ സിസ്റ്റംസ് എന്ന കമ്പനിയെക്കുറിച്ചുള്ള വാർത്ത. കമ്പനിക്ക് 109 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചു. കെർനെക്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്തത് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏഷ്യൻ പെയിൻറ്റ്സിലെ ഓഹരി പങ്കാളിത്തം 48,652 ഇക്വിറ്റി ഷെയറുകളായി വർദ്ധിപ്പിച്ചു. പ്രസ്തുത കമ്പനിയുടെ പെയ്ഡപ്പ് മൂലധനത്തിൻ്റെ 4.995% നിന്ന് 5% ഉയർത്തുകയാണ് ചെയ്തത്. ഏഷ്യൻ പെയിൻറ്റ്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. മറ്റൊരു വാർത്ത LICയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ്. മഹാരാഷ്ട്രയിലെ GST വകുപ്പിൽ നിന്ന് പലിശയും പിഴയും അടക്കം 806.3 കോടി രൂപയുടെ ഡിമാൻഡ് ഓർഡർ മുംബൈയിലെ സ്റ്റേറ്റ് ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണറിൽ നിന്ന് LICക്ക് ലഭിച്ചു എന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി JTL ഇൻഡസ്ട്രീസ് ആണ്. കമ്പനി അതിൻ്റെ ക്വാർട്ടർലി സെയിൽസ് വോളിയം 100,000 മെട്രിക് ടൺ കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് പറയുന്നു. അതായത് 76.05% ഇയർ ഓൺ ഇയറിൽ ഒരു വർധനവാണ് സെയിൽസിൽ വന്നിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് JTL ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചത്. അടുത്തത് SJVN. ഇന്ത്യയിലും നേപ്പാളിലും 8.8 ജിഗാവാട്ട് ഹൈഡ്രോ ആൻഡ് റിന്യൂവബിൾ പ്രൊജക്റ്റുകളുടെ വികസനത്തിനായി 4 സംയുക്ത സംരംഭങ്ങൾ രൂപീകരിക്കുന്നതിന് SJVN അംഗീകാരം കിട്ടി എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ഹിന്ദുസ്ഥാൻ കോപ്പർ എന്നീ സ്റ്റോക്കുകളാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസ് ആണ് അടുത്തതായി. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ F&O സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഓപ്ഷൻസിൽ ഒരുപാട് പേർ പണം കളയുന്നുണ്ട്.
കാരണം ഒട്ടും തന്നെ അറിയാതെ വളരെ വലിയ ലാഭം ലഭിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഒരുപാട് പണം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. നമ്മുടെ ഓരോ രൂപയും വിലപ്പെട്ടതാണ്, ഒന്നും കളയാതിരിക്കുക. പഠിച്ച് മാത്രം ഓപ്ഷൻസിൽ ട്രേഡ് എടുക്കുക. അതിനുവേണ്ടി ഓപ്ഷൻസിൻ്റെ ബേസിക്സ് മുതൽ ഒരു കോഴ്സ് വീഡിയോ കൂടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് വീഡിയോ ആവശ്യപ്പെടാവുന്നതാണ്. F&O സെഗ്മെൻറ്റിൽ ഇന്നലെ ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ് ആദ്യം വരുന്നത്. LIC ഹൗസിംഗ് ഫിനാൻസ് 550 CE ആയിരുന്നു പറഞ്ഞത്. 554.8 എന്ന നിലയിൽ എൻട്രി എടുത്തു. ടാർഗറ്റ് 568 ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് GNFC ആയിരുന്നു. 790 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 793.8 എന്ന നിലയിൽ. ടാർഗറ്റ് 806 ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഇൻട്രാഡേയിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത മൂന്നാമത്തെ സ്റ്റോക്ക് HCL ടെക് ആയിരുന്നു. 1470 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 1478 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 1495 ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞ സ്റ്റോക്ക് ബിസോഫ്റ്റ് ആയിരുന്നു. 720 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 718.9 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്ത് 710 ആയിരുന്നു. 700 വരെ സ്റ്റോക്ക് ഡൗൺ ആയി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ബിസോഫ്റ്റിൽ ലഭിച്ചത്. ഈ 4 സ്റ്റോക്കുകളും ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളാണ്. മറ്റൊരു F&O സ്റ്റോക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഡിസംബർ 29 പറഞ്ഞ അദാനി എൻ്റർപ്രൈസസ് 2850 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 2854 എന്ന നിലയിൽ. സ്റ്റോക്ക് 2947 വരെയാണ്. അപ്പോൾ അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് അതിന് മുകളിൽ വലിയ പ്രോഫിറ്റിലേക്ക് സ്റ്റോക്ക് പോയി. മറ്റൊരു സ്റ്റോക്ക് NMDC ആയിരുന്നു. 210 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 212.15 എന്ന നിലയിൽ. ഡിസംബർ 29 എൻട്രി എടുത്തത്. ടാർഗറ്റ് 215 ആയിരുന്നു. എന്നാൽ ടാർഗറ്റിന് തൊട്ടരികെ, വളരെ അരികെ 214.9 വരെ സ്റ്റോക്കപ്പായി. നല്ല പ്രോഫിറ്റാണ് NMDCയിൽ ലഭിച്ചത്. അടുത്ത ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് അംബുജ സിമെൻ്റ് ആണ്. 520 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 526.7 എന്ന നിലയിൽ. ഡിസംബർ 29 തന്നെയാണ് ഈ സ്റ്റോക്കും പറഞ്ഞത്. ടാർഗറ്റായി ഫിക്സ് ചെയ്ത് 532 ആയിരുന്നു. സ്റ്റോക്ക് 539.7 വരെയാണ്. അപ്പോൾ ഇത് ടാർഗറ്റിന് മുകളിൽ വലിയ പ്രോഫിറ്റിലേക്ക് പോയി. മറ്റൊരു സ്റ്റോക്ക് ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്നത് മദർസൺ സുമി 105 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 106 എന്ന നിലയിൽ. 108.4 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. നല്ല പ്രോഫിറ്റാണ് മദർസണ്ണിൽ ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഭാരതി എയർടെൽ ആയിരുന്നു. 1020 PE ആയിരുന്നു പറഞ്ഞത്. 1017 എന്ന നിലയിലാണ് സ്റ്റോക്കിൽ എൻട്രി എടുത്ത്. സ്റ്റോക്ക് 1007 വരെയാണ് ഡൗൺ ആയത്. നല്ല പ്രോഫിറ്റാണ് ഭാരതി എയർടെല്ലിൽ നമുക്ക് ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഗുജറാത്ത് ഗ്യാസ് ആയിരുന്നു. ഡിസംബർ 26 ഓപ്ഷൻസും ഇക്വിറ്റിയും നമ്മൾ പറഞ്ഞത്. 450 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 457 എന്ന നിലയിൽ. സ്റ്റോക്ക് 495 വരെയാണ്. അപ്പോൾ അത് നല്ല പ്രോഫിറ്റാണ് ഗുജറാത്ത് ഗ്യാസിൽ ലഭിച്ചത്. സ്വിംഗ് സെഗ്മെൻറ്റിലും ഇന്നലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. JBM ഓട്ടോ ഡിസംബർ 13 നമ്മൾ എൻട്രി എടുക്കുന്ന 1414 എന്ന നിലയിലാണ്. സ്റ്റോക്കിൽ ഇന്നലെ വലിയ ഒരു റാലിയാണ് കണ്ടത്. 1666 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 17.8% നമുക്ക് പ്രോഫിറ്റായി തന്നെ ഈ സ്റ്റോക്കിൽ ലഭിച്ചു. മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് യെസ് ബാങ്ക് ആയിരുന്നു. ഡിസംബർ 22 സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് 21.45 എന്ന നിലയിൽ. ടാർഗറ്റ് 23 ആയിരുന്നു. കൃത്യമായി നമ്മുടെ ടാർഗറ്റ് ഇന്നലെ ഹിറ്റ് ചെയ്തു. 7.20% ഉയർന്നാണ് ഇന്നലെ യെസ് ബാങ്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. ഒരുപാട് സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 855 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 410 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. എന്നാൽ കഴിഞ്ഞ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ മാത്രം ഏകദേശം 8500 കോടി രൂപയ്ക്ക് മുകളിലാണ് FIS ബൈ ചെയ്തത് എന്ന് ഓർക്കുക. അതിനുശേഷമാണ് ഇന്നലെ ചെറിയൊരു സെല്ലിങ്ങിലേക്ക് വന്നിരിക്കുന്ന US മാർക്കറ്റുകൾ. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊന്നും ഇന്നലെ ഓപ്പൺ ആയിരുന്നില്ല. അതുപോലെ തന്നെ US മാർക്കറ്റുകളും. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. US ടെക് സ്റ്റോക്കുകളിൽ വലിയ റാലിയാണ് കഴിഞ്ഞ 2023 കണ്ടത്. ആപ്പിൾ 53% ഉയർന്നു. മൈക്രോസോഫ്റ്റ് 56%, എൻവിഡിയ 245% ഉയർന്നു. വലിയ റാലിയാണ് അവിടെ കണ്ടത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സിലേക്ക് വരാം. ഡൗ ജോൺസ് ഇപ്പോൾ
0.19% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. S&P 500 0.20%, നാസ്ഡാക്ക് 0.18%, റസൽ 2000 സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ 0.22% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിലായിരുന്നു. ഇന്നലെ ന്യൂ ഇയറിനോടനുബന്ധിച്ച് മാർക്കറ്റുകൾ ഹോൾഡേ ആയിരുന്നു അവിടെ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് ഇപ്പോൾ 0.23% ഉയർന്നാണുള്ളത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.21%, UK മാർക്കറ്റ് FTSE 0.17% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെയും മിക്ക ഏഷ്യൻ മാർക്കറ്റുകളും ക്ലോസ്ഡ് തന്നെയായിരുന്നു. പക്ഷേ ജപ്പാനിൽ പുതുവത്സര ദിനത്തിൽ വൻ ഭൂചലനമുണ്ടായി. 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഏകദേശം 1 ലക്ഷം ആളുകളോട് പലായനം ചെയ്യാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഈ വാർത്ത നമ്മൾ മുൻപ് പറഞ്ഞതാണ്. എന്തായാലും ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു മോശം വാർത്ത തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ പ്രൈവറ്റ് ഫാക്ടറി ആക്ടിവിറ്റി സർവേ ഫ്രം S&P ഗ്ലോബൽ, ചൈന, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഡാറ്റ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 21,860 എന്ന നിലയിലാണ്. ഒരു 15 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ഇന്നൊരു 20 മുതൽ 30 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. മറ്റ് മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.60% ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.17% ഡൗൺ സൈഡിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.06% ഇടിവിലുമാണ് ഇപ്പോൾ ഉള്ളത്. ഓയിൽ പ്രൈസുകൾ ഇന്ന് രാവിലെ തന്നെ വളരെ വലിയൊരു പോസിറ്റിവിറ്റിയിലാണ് ബ്രൻറ്റും WTIയും ഉള്ളത്. ബ്രൻറ്റ് ഇപ്പോൾ ഉള്ളത് $77.98 പെർ ബാരൽ എന്ന നിലയിൽ 1.18% അപ്സൈഡിലാണ് ഇപ്പോൾ ബ്രൻറ്റ് ഉള്ളത്. WTI $72.44 പെർ ബാരൽ എന്ന നിലയിൽ 1.10% അപ്സൈഡിലാണുള്ളത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇതൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.